everyone, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 8th lecture on recovery and refund of income tax, which is a subject for semester 3 students of BCom Tax Procedures and Practices under Kerala University. In the previous lecture, we were discussing about tax clearance certificate, which comes under section 230 of Income Tax Act 1961. And in this lecture, we are going to study the balance portion in tax clearance certificate. Okay, നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ഇന്ത്യയിൽ പെർമനൻറ്റ് റെസിഡൻ്റ് അല്ലാത്ത ഒരു പേഴ്സൺ ഇന്ത്യ വിട്ടു പോകുമ്പോൾ ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുമായി റിലേറ്റ് ചെയ്ത് വരുന്ന certain matters ഒക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ആൻഡ് ഇൻ ദിസ് ലെക്ചർ വി ആർ ഗോയിങ് ടു ഡിസ്കസ് എബൌട്ട് എ പേഴ്സൺ ഹൂ ഈസ് ഡോമിസൈൽഡ് ഇൻ ഇന്ത്യ. ഓക്കെ, ഇന്ത്യയിൽ പെർമനൻറ്റ് റെസിഡൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണെ പറ്റിയും അയാൾ ഇന്ത്യ വിട്ട് പോകണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രൊവിഷൻസാണ് പാലിക്കേണ്ടുന്നത്, എന്തൊക്കെ പ്രൊവിഷൻസാണ് അതിനായിട്ടുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടുന്നത് എന്നുള്ളതാണ് വിത്ത് റിലേറ്റഡ് ടു ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. ഓക്കെ, അപ്പോൾ അതിൽ നോക്കാം. എവരി പേഴ്സൺ ഹൂ ഈസ് ഡോമിസൈൽഡ് ഇൻ ഇന്ത്യ അറ്റ് ദ ടൈം ഓഫ് ഹിസ് ഡിപ്പാർച്ചർ ഫ്രം ഇന്ത്യ ഷാൾ ഫേർണിഷ് ടു ദ പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോം. Every person who is domiciled in India, that means every person who is a permanent resident in India, ഇന്ത്യയിൽ പെർമനൻറ്റ് റെസിഡൻ്റ് ആയിട്ടുള്ള ഏതൊരാളും അറ്റ് ദ ടൈം ഓഫ് ഹിസ് ഡിപ്പാർച്ചർ ഫ്രം ഇന്ത്യ, അറ്റ് ദ ടൈം വെൻ ഹീ ലീവ്സ് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ടെറിട്ടറി വിട്ട് പോകുമ്പോൾ ഹി ഷുഡ് ഫേർണിഷ് ടു ദ പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോം. പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റിക്ക് പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ ഇനി പറയുന്ന കാര്യങ്ങൾ ഫേർണിഷ് ചെയ്തിരിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. വാട്ട് ആർ ദ ഇൻഫർമേഷൻ ദാറ്റ് ഹാവ് ടു ബി ഫേർണിഷ്ഡ് ബൈ ദ പേഴ്സൺ ഹു ഈസ് ഗോയിങ് ടു ലീവ് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ ഇൻ ഫ്രണ്ട് ഓഫ് ദ ടാക്സ് അതോറിറ്റീസ്. അതായത് ഈ ഇന്ത്യ വിട്ട് പുറത്തു പോകാൻ പോകുന്ന ഈ ആൾ എന്തൊക്കെ ഇൻഫർമേഷനാണ് ടാക്സ് അതോറിറ്റീസിൻ്റെ മുന്നിൽ ഫേർണിഷ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആൻഡ് ദ ഫസ്റ്റ് വൺ, പാൻ അലോട്ടഡ് ടു ഹിം അണ്ടർ സെക്ഷൻ 139A, ദാറ്റ് ഈസ് പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ. ഈ പേഴ്സണ് അലോട്ട് ചെയ്തിരിക്കുന്ന പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ ഫേർണിഷ് ചെയ്യണം. വേർ പാൻ ഹാസ് നോട്ട് ബീൻ അലോട്ടഡ്, പാൻ അലോട്ട് ചെയ്തിട്ടില്ലെങ്കിലോ to him or his income is not chargeable to income tax. ഇൻകം ടാക്സിൽ ആ ഹെഡിൽ ഇൻകം ചാർജബിൾ അല്ല എങ്കിലോ ഓർ ഹീ ഈസ് നോട്ട് റിക്വയർഡ് ടു ഒബ്റ്റെയിൻ പാൻ ഒബ്റ്റെയിൻ ചെയ്യേണ്ടെന്ന ആവശ്യകത ഇല്ലെങ്കിലോ he shall furnish a certificate in the prescribed form. Then there will be a prescribed form and according to this prescribed form he should furnish a certificate in front of the ഇൻകം ടാക്സ് അതോറിറ്റീസ്. ഓക്കെ, അപ്പോൾ പാൻ നമ്പർ അലോട്ട് ചെയ്തിട്ടില്ലെങ്കിലോ ഇൻകം ടാക്സിൻ്റെ ഹെഡിൽ ചാർജബിൾ അല്ലെങ്കിലോ ഹീ ഈസ് നോട്ട് റിക്വയർഡ് ടു ഒബ്റ്റെയിൻ പാൻ, ഈ 3 കണ്ടീഷൻസിലും ഹീ ഹാസ് ടു ഫേർണിഷ് എ സർട്ടിഫിക്കറ്റ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോം. ഓക്കെ, ദെൻ ദ പർപ്പസ് ഓഫ് ഹിസ് വിസിറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ. വാട്ട് ഈസ് ദ പർപ്പസ് ടു ലീവ് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ? എന്തിനാണ് ഇന്ത്യയുടെ ടെറിട്ടറി വിട്ട് പോകുന്നത്, അത് ഫേർണിഷ് ചെയ്തിരിക്കണം. ആൻഡ് ദ എസ്റ്റിമേറ്റഡ് പീരീഡ് ഓഫ് ഹിസ് സ്റ്റേ ഔട്ട്സൈഡ് ഇന്ത്യ, എത്ര നാളത്തേക്കാണ് ഇന്ത്യ വിട്ടു പോകുന്നത്, എത്ര നാളത്തേക്കാണ് ഔട്ട്സൈഡ് ഇന്ത്യ സ്റ്റേ ചെയ്യുന്നത്, ആ ഒരു എസ്റ്റിമേറ്റഡ് പീരീഡ്. ഈ 3 കാര്യങ്ങളുമാണ് ഇന്ത്യൻ ഡോമിസൈൽ ആയിട്ടുള്ളൊരു പേഴ്സൺ ഹു ഈസ് ഗോയിങ് ടു ലീവ് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ ഇൻകം ടാക്സ് അതോറിറ്റീസിൻ്റെ മുന്നിൽ ഫേർണിഷ് ചെയ്യേണ്ടുന്നത്. ഓക്കെ, then no person who is domiciled in India at the time of his departure and in respect of whom circumstances exist which in the opinion of an income tax authority render it necessary for him to obtain tax clearance certificate shall leave the territory of India unless he obtains a certificate from the duly authorized officer that
he has no liabilities under the Income Tax Act or under any other act dealing with direct taxation, or that satisfactory arrangements have been made for the payment of all or any of such taxes which are or may become payable by the person. അതായത് an Indian domicile is going to leave the territory of India. ഓക്കെ, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഡൊമിസൈലിൻ്റെ കാര്യമാണ്. ദെൻ ഹീ ഈസ് ഗോയിങ് ടു ലീവ് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ടെറിട്ടറി വിട്ട് പോകാൻ പോവുകയാണ്. അറ്റ് ദ ടൈം ഓഫ് ഹിസ് ഡിപ്പാർച്ചർ ടൈമിൽ ഇൻകം ടാക്സ് അതോറിറ്റീസ് ഫൈൻഡ്സ് സം റീസൺ ആൻഡ് ദർ എക്സിസ്റ്റ് സം സർക്കംസ്റ്റൻസസ്. അതായത് ചില സർക്കംസ്റ്റൻസസ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു, which render it necessary for him to obtain tax clearance certificate, and these circumstances render, അതായത് ഈ സർക്കംസ്റ്റൻസസ് പരിഗണിച്ചുകൊണ്ട് ഇൻകം ടാക്സ് അതോറിറ്റീസ് അഭിപ്രായപ്പെടുകയാണ് that this person should obtain tax clearance certificate. ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഈ പേഴ്സൺ ഒബ്റ്റെയിൻ ചെയ്തേ മതിയാകൂ. ഷാൾ ലീവ് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ടെറിട്ടറി വിട്ട് പോകണമെങ്കിൽ he obtain a certificate from the duly authorized officer that he has no liabilities under the Income Tax Act or under any other act dealing with direct taxation. ഡ്യൂലി ഓതറൈസ്ഡ് ഓഫീസറിൽ നിന്നും ഈ പേഴ്സൺ ഒരു സർട്ടിഫിക്കറ്റ് ഒബ്റ്റെയിൻ ചെയ്യണം. ആൻഡ് ആ സർട്ടിഫിക്കറ്റ് എന്തായിരിക്കണം പ്രൂവ് ചെയ്യുന്നത്? ദാറ്റ് ഹി ഹാസ് നോ ലയബിലിറ്റീസ് അണ്ടർ ഇൻകം ടാക്സ് ആക്ട് ഓർ എനി അതർ ഡയറക്റ്റ് ടാക്സേഷൻ ലോസ്. ഇൻകം ടാക്സ് ആക്ട് പ്രകാരമോ മറ്റേതെങ്കിലും ഡയറക്റ്റ് ടാക്സേഷൻ ലോസ് പ്രകാരമോ ഹി ഹാസ് നോ എനി ലയബിലിറ്റീസ് ഇൻ കണക്ഷൻ വിത്ത് ടാക്സ് റിലേറ്റഡ് ആയിട്ട് ഒരു ലയബിലിറ്റീസും ഈ പേഴ്സണിനില്ല. ഓർ that satisfactory arrangements have been made for the payment of all or any of such taxes which are or may become payable by the person. And in case there are certain tax which are or may become payable, അതായത് ഈ പേഴ്സൺ പേ ചെയ്യേണ്ടുന്ന certain tax ഉണ്ട്, or may become payable. ഒന്നുകിൽ it is already due or it may become payable. അതായത് അങ്ങനെ എന്തെങ്കിലും ടാക്സിൻ്റെ എമൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ he has made all satisfactory arrangements for the payment of all or any of such taxes. അങ്ങനെയുള്ള ടാക്സിൻ്റെ പേയ്മെൻറ്റിന് സാറ്റിസ്ഫാക്ടറി അറേഞ്ച്മെൻറ്റ്സ് ഈ പേഴ്സൺ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അതായത് ഇന്ത്യൻ ഡൊമിസൈലായിട്ടുള്ള ഒരാൾക്ക് ഇന്ത്യ വിട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അറ്റ് ദ ടൈം ഓഫ് ഹിസ് ഡിപ്പാർച്ചർ കുറച്ച് സർക്കംസ്റ്റൻസസ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു. ആൻഡ് ഈ സർക്കംസ്റ്റൻസസ് പരിഗണിച്ചുകൊണ്ട് ഇൻകം ടാക്സ് അതോറിറ്റീസ് ഈ പേഴ്സണോട് പറയുകയാണ് യു ഷുഡ് ഒബ്റ്റെയിൻ ദ ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഒബ്റ്റെയിൻ ചെയ്തേ മതിയാകൂ. അങ്ങനെ പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഹി ഷാൾ ലീവ് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ടെറിട്ടറി വിട്ട് അയാൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഹി ഷുഡ് ഫേർണിഷ് എ സർട്ടിഫിക്കറ്റ്. ഒന്നുകിൽ എന്ത് ചെയ്യുക, ഒരു സർട്ടിഫിക്കറ്റ് ഡ്യൂലി ഓതറൈസ്ഡ് ഓഫീസറിൽ നിന്നും വാങ്ങുക. ആൻഡ് അക്കോർഡിംഗ് ടു ദിസ് സർട്ടിഫിക്കറ്റ് ഇയാൾക്ക് ഇൻകം ടാക്സ് ആക്ട് പ്രകാരമോ മറ്റേതെങ്കിലും ഡയറക്റ്റ് ടാക്സേഷൻ ലോസ് പ്രകാരമോ ലയബിലിറ്റീസ് ഒന്നും വരാൻ പാടില്ല. അല്ലെങ്കിൽ ഇൻ കേസ് ടാക്സ് ലയബിലിറ്റീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റിന് സാറ്റിസ്ഫാക്ടറി അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്തു. ക്ലിയർ ആണല്ലോ? However, no income tax authority shall make it necessary for any person who is domiciled in India to obtain a certificate under this section. അതായത് ഇന്ത്യൻ ഡൊമിസൈലായിട്ടുള്ള ഒരു പേഴ്സണോട് ഇൻകം ടാക്സ് അതോറിറ്റീസ് കമ്പൽസറി ആയിട്ടും ഈ സർട്ടിഫിക്കറ്റ് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറയില്ല. unless he records the reasons therefore and obtains the prior approval of the Chief Commissioner of Income Tax. But he has to record the reasons therefore. What are the reasons? Reasons for this action. അതായത് അതിനുള്ള റീസൺസ് ഈ ഒരു പർട്ടിക്കുലർ പേഴ്സൺ റെക്കോർഡ് ചെയ്യുകയും വേണം. ആൻഡ് ഹി ഹാസ് ടു ഒബ്റ്റെയിൻ ദ പ്രയർ അപ്രൂവൽ ഓഫ് ദ ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്. ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സിൻ്റെ പ്രയർ അപ്രൂവലും ഹി ഹാസ് ടു ഒബ്റ്റെയിൻ. ഓക്കെ, അപ്പോൾ ഒരിക്കലും
ഒരു ഇൻകം ടാക്സ് അതോറിറ്റി ഇന്ത്യൻ ഡൊമിസൈലായിട്ടുള്ള ഒരു പേഴ്സണ് സർട്ടിഫിക്കറ്റ് കമ്പൽസറി ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യണമെന്ന് പറയില്ല. ബട്ട് ഹി ഹാസ് ടു റെക്കോർഡ് ദ റീസൺസ് ഫോർ ദിസ് ആക്ഷൻ ആൻഡ് ഹി ഹാസ് ടു ഒബ്റ്റെയിൻ ദ പ്രയർ അപ്രൂവൽ ഓഫ് ദ ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഈ രണ്ട് കാര്യങ്ങളും ഇയാൾ ഒബ്റ്റെയിൻ ചെയ്തിരിക്കണം. Okay, with this lecture, the first chapter of recovery and refund of income tax is concluding. Thank you.